നമുക്ക് പേജ് നമ്പർ 73 പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ദ ഫിഗർ ബിലോ ഷോസ് എ റെഗുലർ പെൻറ്റഗൺ. ഫൈൻഡ് ദി പെരിമീറ്റർ ഓഫ് ദി പെൻറ്റഗൺ. ഇപ്പോൾ ഒരു പെൻറ്റഗണിൻ്റെ ഇത് തന്നിട്ടുണ്ട്, പിക്ചർ തന്നിട്ടുണ്ട്. അതിൻ്റെ പെരിമീറ്ററാണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെൻറ്റഗൺ എന്ന് പറയുമ്പോൾ 5 സൈഡ്സ് ആണുള്ളത്. അതിന് ഇവിടെ എല്ലാ സൈഡും ഒരേ അളവിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 വശങ്ങളുടെ നീളം എങ്ങനെ കാണാം? ഒരു വശത്തിൻ്റെ നീളം ഇൻറ്റു 5 അല്ലേ? അപ്പം നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ലെങ്ത് ഓഫ് എ സൈഡ് എത്രയാണ്? 2.35 മീറ്റർ. നമ്പർ ഓഫ് സൈഡ്സ്, എത്ര സൈഡ് ഉണ്ട്? നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ 5. 5 സൈഡ് ഉണ്ടല്ലേ? 5 സൈഡ്സ്. ഇനി പെരിമീറ്റർ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. പെരിമീറ്റർ ഈക്വൽ നമ്പർ ഓഫ് സൈഡ്സ് ഇൻറ്റു length of a side. Number of sides എത്രയാണ്? 5. Length of a side എത്രയാണ്? 2.35 മീറ്റർ. ഇനി ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2.35ൻ്റെ പോയിൻ്റ് മാറ്റണം. 5 ഇൻറ്റു 2.35 എങ്ങനെയാണ് പോയിൻ്റ് മാറ്റി ഫ്രാക്ഷൻ ആക്കുന്നത്? 235 എന്ന് എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ 1 ഇടുക. എന്നിട്ട് പോയിൻ്റ് കഴിഞ്ഞ് ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ്. അപ്പോൾ 2 zeros ഇടണം. ഇനി ഈ 5ഉം 235ഉം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5 ഇൻറ്റു 235 ഡിവൈഡഡ് ബൈ 100. ഇനി 235 ഇൻറ്റു 5 എത്രയാണ്? 5 5s are 25, ബാലൻസ് 2. 5 3s are 15 പ്ലസ് 2 17. 17 ഇവിടെ 7 എഴുതുക, ബാലൻസ് 1. 5 2s are 10 പ്ലസ് 1 11. അപ്പോൾ 1755 എന്ന് കിട്ടും. അതിവിടെ എഴുതാം. 1175 ഡിവൈഡഡ് ബൈ 100. ഇനി നമുക്ക് ഈ ഫ്രാക്ഷൻ മാറ്റിയിട്ട് നമുക്ക് എന്താക്കണം? ഇതിന് ഡെസിമൽ പോയിൻ്റ് ഇടണം. അപ്പോൾ ഈ 100 എഴുതണ്ട, 1175 എന്ന് എഴുതുക. ഇവിടെ 100ൽ 2 zeros ആണല്ലോ. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റ് മാറ്റി ഡോട്ട് ഇടാം. 1 2 ഇവിടെ മീറ്റർ. ഇതാണ് ആൻസർ. 5 ഇൻറ്റു 2.35 ഇതാണല്ലോ മൾട്ടിപ്ലൈ. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ അറിയാൻ വയ്യാത്ത കുട്ടികൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ 2.35, അപ്പോൾ പോയിൻ്റ് ഇല്ലാതെ 235 ഇൻറ്റു 5 ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 5s are 25, ബാലൻസ് 2. 5 3s are 15 പ്ലസ് 2 17. 17 7 എഴുതുക, ബാലൻസ് 1. 5 2s are 10 പ്ലസ് 1 11. അപ്പോൾ ആൻസർ 1175. എന്നിട്ട് ഈ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് അല്ലേ, അതുപോലെ 1 2 ഈ റൈറ്റ് സൈഡിൽ നിന്ന് 1 2 ഇങ്ങനെ ഇവിടെ പോയിൻ്റ് ഇടുക. ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള മെത്തേഡിലും ചെയ്യാം. ഓക്കെ. Second question, a kid needs 1.45 meters of clothes for a shirt. How many meters of clothes is needed for 4 shirt? ഒരു ഷർട്ട് തയ്ക്കാൻ 1.45 മീറ്റർ തുണി വേണം. 4 ഷർട്ടിന് എത്ര മീറ്റർ തുണി വേണം? അപ്പോൾ എങ്ങനെ ചെയ്യാം? എമൗണ്ട് ഓഫ് ക്ലോത്ത് നീഡഡ് ഫോർ 1 ഷർട്ട്. equal 1.45 meter. Number of shirts equal 4. The amount of cloth
needed for 4 shirts. Equal 4 into amount of cloth for 1 shirt. Equal 4 into 1.45 equal 4 into 1.45 നമ്മൾ ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ 145 ഡിവൈഡഡ് 1 ഇട്ടിട്ട് പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ആണല്ലോ, 2 ഡിജിറ്റ് ഇടാം. ഇനി 4ഉം 145ഉം മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവൈഡഡ് ബൈ 100. 145 into 4. 5 4s are 20, balance 2. 4 4s are 16, plus 2 18. 18 8 എഴുതാം, balance 1. 1 into 4 4 plus 1 5. So 580 divided by 100. ഇനി 100 ഫ്രാക്ഷൻ മാറ്റിയിട്ട് ഡെസിമലിൽ എഴുതുമ്പോൾ 580 മാത്രം എഴുതുക. താഴെ 100ൽ 2 സീറോസ് ഉണ്ട്, അപ്പോൾ ഇവിടെ 2 ഡിജിറ്റ് മാറ്റിയിട്ട് നമുക്കിവിടെ ഒരു പോയിൻ്റ് ഇടാം. 1 2 റൈറ്റ് സൈഡിൽ നിന്നാണ് നോക്കേണ്ടത്. മീറ്റർ ആണ് ആൻസർ. നേരത്തെ പറഞ്ഞതുപോലെ 4 into 1.45. ഇത് നേരത്തെ ചെയ്തതുപോലെ ചെയ്യാൻ അറിയില്ലാത്ത കുട്ടികൾ എങ്ങനെ ചെയ്യാം? ഈ 1.45 അത് പോയിൻ്റ് ഇല്ലാതെ 145 into 4 എന്നെഴുതി മൾട്ടിപ്ലൈ ചെയ്യണം. 5 4s are 20, 2 balance. 4 4s are 16 plus 2 18, balance 1. 1 4 is 4 plus 1 5. 518 കിട്ടും. എന്നിട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ആണല്ലോ, അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റ് എണ്ണിയിട്ട് ഇവിടെ പോയിൻ്റ് ഇടാം. അപ്പോൾ ഇതിലും ആൻസർ അത് തന്നെയാണ്, 5.80 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്യാൻ അറിയാത്ത കുട്ടികൾ ഇങ്ങനെ ചെയ്താലും മതിയാവും. Third problem, a bag holds 4.75 kilograms of rice. How much rice can 8 such bags hold? ഒരു സഞ്ചിയിൽ 4.75 കിലോഗ്രാം അരി നിറയ്ക്കാം. ഇത്തരം 8 സഞ്ചികളിൽ ആകെ എത്ര കിലോഗ്രാം അരി നിറയ്ക്കാം? അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എഴുതി പ്രോബ്ലം ചെയ്യാം. ആൻസർ, amount of rice in one bag. Equal 4.75 kilogram. Amount of rice in 8 bags. എയ്റ്റ് ബാഗ്സ് എങ്ങനെ എഴുതും? 8 into 4.75. ഇനി 8 into 4.75 ഇതിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കണം. ഫ്രാക്ഷൻ ആക്കുമ്പോൾ 475 ഡിവൈഡഡ് ബൈ 1 ഇട്ടിട്ട് പോയിൻ്റ് കഴിഞ്ഞ് ഇവിടെ 2 ഡിജിറ്റ്സ് ആയതുകൊണ്ട് 2 സീറോസ് ഇടാം. ഇനി 8ഉം 475ഉം മൾട്ടിപ്ലൈ ചെയ്യണം. 8 into 475 ഡിവൈഡഡ് ബൈ 100. ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 475 into 8. 8 5s are 40, balance 4. 8 7s are 56. 56 plus 4 60. 60ക്ക് 0 എഴുതാം, ഇവിടെ 6 ബാലൻസ്. 8 4s are 32. 32 plus 6 38. അപ്പോൾ 3800 എന്ന് കിട്ടിയല്ലേ? അപ്പോൾ 3800 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് 3800 എഴുതാം. എന്നിട്ട് ഈ ഫ്രാക്ഷൻ മാറ്റി ഡെസിമൽ ആക്കുന്നതിന് വേണ്ടി ഇവിടെ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് അല്ലേ? അപ്പോൾ 2 ഡിജിറ്റ് കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് ഇടാം. റൈറ്റിൽ നിന്നാണ് 2 ഡിജിറ്റ് എണ്ണേണ്ടത്. 1 2. അപ്പോൾ ഇവിടെയാണ് പോയിൻ്റ്. അപ്പോൾ ആൻസർ എത്രയാണ്? 38 കിലോഗ്രാം. ഇതാണ് ആൻസർ.
8 ഇൻറ്റു 4.75. ഇത് നേരത്തെ ചെയ്തതുപോലെ ചെയ്യാൻ അറിയാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. 475 എന്ന് എഴുതിയിട്ട് പോയിൻ്റ് ഇടണ്ട, 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 8 5s are 40, ബാലൻസ് 4, 8 7s are 56, പ്ലസ് 4 60, 60ക്ക് 0 എഴുതാം, ബാലൻസ് 6, 8 4s are 32, പ്ലസ് 6 38. അപ്പോൾ 3800 എന്ന് കിട്ടും ആൻസർ. ഇവിടെ ക്വസ്റ്റ്യനിൽ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ആണ് അല്ലേ, അപ്പോൾ ഇവിടെയും 1 2 ഡിജിറ്റ് മാറ്റിയിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഇടാം. അപ്പോൾ 38. ഈ 0യ്ക്ക് വാല്യൂ ഇല്ല, പോയിൻ്റ് കഴിഞ്ഞ് 0 മാത്രമാണെങ്കിൽ അത് വാല്യൂ ഇല്ല. അപ്പോൾ 38 കിലോഗ്രാം. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ. Fourth question. A vessel full of oil was used to fill in 6 bottles. Each bottle holds 0.75 liters. How much oil was there in the vessel? ഒരു പാത്രത്തിലെ വെളിച്ചെണ്ണ 6 കുപ്പികളിൽ നിറച്ചു. ഒരു കുപ്പിയിൽ 0.75 ലിറ്റർ കൊള്ളും. പാത്രത്തിൽ ആകെ എത്ര ലിറ്റർ എണ്ണ ഉണ്ടായിരുന്നു? അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അടുത്ത ആൻസർ എങ്ങനെയാണ്? എമൗണ്ട് ഓഫ് ഓയിൽ ഇൻ 1 ബോട്ടിൽ. ഈക്വൽ 0.75 liters. Number of bottles. Equal 6. Amount of oil in the vessel equal 6 into 0.75. അപ്പോൾ ഇതെങ്ങനെ എഴുതും? 6 ഇൻറ്റു പോയിൻ്റ് മാറ്റിയിട്ട് 75 ഡിവൈഡഡ് ബൈ 1 ഇട്ടിട്ട് പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് അല്ലേ, അപ്പോൾ 20. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. 6 ഇൻറ്റു 75 ഡിവൈഡഡ് ബൈ 100. ഇതിൽ 6 75 മൾട്ടിപ്ലൈ ചെയ്യാം. 75 ഇൻറ്റു 6, 6 5s are 30, ബാലൻസ് 3, 6 7s are 42, പ്ലസ് 3 45. അപ്പോൾ 450 ഡിവൈഡഡ് ബൈ 100. ഇനി നമുക്ക് ഫ്രാക്ഷൻ മാറ്റി ഡെസിമൽ ഫോമിൽ എഴുതാം. അപ്പോൾ 450 എന്ന് എഴുതുക. ഇവിടെ പോയിൻ്റ് നോക്കൂ, താഴെ 0യ്ക്ക് 100ൽ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റ് മാറ്റി പോയിൻ്റ് ഇടാം. 1 2. അപ്പോൾ ആൻസർ 4.50 liters. ഓക്കെ, 4.50 liters. ഇന്ന് ചെയ്ത പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പേജ് നമ്പർ 74 പ്രോബ്ലംസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.